ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. വളരെ റിസ്കി ആൻഡ് ബിസി ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് കയ്യിലിരിക്കുന്നത്. ഈ ഡോക്ടർ എങ്ങനെ ഇതിലേക്കൊക്കെ എത്തി എന്നുള്ള ആ ഒരു ജേർണിനെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിന് ക്ലേ ഉപയോഗിച്ച് ഒരു റോസാപ്പൂ ഗിഫ്റ്റ് ചെയ്തു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് കോംപ്ലിമെന്റ്. അനീറ്റ, യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ദിസ്. നമ്മൾ ഉപയോഗിക്കുന്നത് പ്രീമിയം ക്ലേ ആണ്. ആൻഡ് ദിസ് ക്ലേ ഈസ് ആക്ച്വലി മാനുഫാക്ചർഡ് ഇൻ അവർ സൈറ്റ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആക്ച്വലി. ദാറ്റ്സ് വാട്ട്. യെസ്, ഇന്നിപ്പോ എന്റെ ഡേ സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കിയതുപോലെ വിത്ത് ദിസ് പെൻഡന്റ്. ഹസ്ബൻഡ് മോനോട് ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്, അമ്മ ഉറങ്ങിയിട്ട് 48 മണിക്കൂറായി. ഗിവിംഗ് മീ ഹാപ്പിനെസ് ആൻഡ് മൈ പേഷ്യൻസ് ആൻഡ് ക്ലയൻസ് ഹാപ്പിനെസ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ മൈ ഓഡിയൻസ് നമ്മുടെ ഓരോ സ്റ്റേജിലും ഇത് എങ്ങനെയാണ്, ബിക്കോസ് ദേ ആർ സീയിങ് ഓൺലി ദ ഫൈനൽ ഔട്ട്. And within 24 hours, I got 5 orders and all from strangers. Wow, great. 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാലേ നമ്മുടെ കസ്റ്റമറിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് till the products are delivered at the forever homes. In every step, our hand is there. നെയിം ചെയ്തിരിക്കുന്നത് Clatify, cute yourself. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ, എൻ്റെ മുമ്പിൽ ഇതാ ടേബിളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാം. നല്ല നല്ല ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാം. ഇതെല്ലാം ഇത്ര വണ്ടർഫുൾ ആയിട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. മാത്രമല്ല, ബിസിനസ് ഇൻസൈറ്റിന്റെ ബെസ്റ്റ് ഓഫ് കേരള ബിസിനസ് സമ്മിറ്റ് 2025ന്റെ മൾട്ടി ടാലന്റഡ് ആൻഡ് യങ് ഓൺടർപ്രീനറുള്ള അവാർഡും കൂടെ ലഭിച്ചിട്ടുള്ള ഡോക്ടർ അനീറ്റ ടോം കട്ടക്കയം. അനീറ്റയാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും നല്ല ക്യൂരിയസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗ്രേറ്റ് ഓഫ് യു അനീറ്റ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. Thank you so much. അപ്പൊ അവാർഡൊക്കെ കിട്ടി. ജൂലൈ 5 അവാർഡെല്ലാം അല്ലേ? അനീറ്റ ശരിക്കും ഒരു ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. പക്ഷെ ഇതെല്ലാം പാഷൻ കൊണ്ട് അനീറ്റ ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് ഈ ഒരു എന്താ പറയാ വളരെ റിസ്കി ആൻഡ് ബിസി ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് കയ്യിലിരിക്കുന്നത്? വളരെയധികം അനീറ്റ എന്ന് പറയുന്നത് കോസ്മെറ്റോളജിസ്റ്റ് ആണ്, ഡെർമറ്റോളജിസ്റ്റ് ആണ്, ജനറൽ ഫിസിഷ്യൻ ആണ്. പല ഒരു സാധാരണ എല്ലാവരും ഡോക്ടറേറ്റ് എടുത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള താങ്കൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നു. അതിൻ്റെ കൂടെ പാഷൻ ആയിട്ടുള്ള ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസും ചെയ്യുന്നു. നമുക്ക് എങ്ങനെ ഈ ഒരു വ്യക്തി സ്പെഷ്യലായി എന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബൈ പ്രൊഫഷൻ ഡോക്ടറായിട്ട് നിൽക്കുന്ന ഒരാൾ എപ്പോ എങ്ങനെ എന്ന് തുടങ്ങി ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം? ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് രമ്യ, ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. ഞങ്ങളുടെ പ്രീമിയം കളക്ഷനിലെ ലിമിറ്റഡ് എഡിഷനിൽ പെട്ട പത്മ റെസിൻ പെൻഡന്റ്. I have brought it for you here. So shall I hand over it? Yes, please. തരൂ. Wow. Beautiful. Hope you love it. Yeah, തീർച്ചയായിട്ടും. See this? Really cute. വളരെ pretty ആയിട്ടുണ്ട്. Same thing. ഇതന്നെയാണ് അനീറ്റ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. Thank you അനീറ്റ. Thank you so much. My pleasure. Yeah, thank you. എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യം അപ്പൊ ഈ മാല ഇടാം. Okay. ഇത് ആക്ച്വലി മേക്ക് ചെയ്യാന്നൊക്കെ പറയണത് അനീറ്റ, ആക്ച്വലി ഈ ഒരു പെൻഡന്റ് ഇത് മാത്രം ഉണ്ടാക്കണതിൽ എത്ര സമയം എടുക്കും? 3 days. ഓ, കറക്റ്റ്. ഞാനൊന്ന് മാല ഇട്ടിട്ടില്ല, അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് കൊള്ളാമോ? Yes, it looks really good on you. ആണോ? താങ്ക് യു. അനീറ്റയുടെ പ്രോഡക്ട്സ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് തന്നെ നമുക്ക് അനീറ്റയുടെ ഗിഫ്റ്റ് ഒക്കെ ഇവർ പാക്ക് ചെയ്യുന്നത് തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം. ഒരു പ്രത്യേക രസമാണ് അത് കാണാൻ. ഓരോന്നും കഴിയുമ്പോൾ വിചാരിക്കും ഒക്കെ പാക്കിങ് കഴിഞ്ഞല്ലോ എന്ന്. കഴിയില്ല. പിന്നെയും എത്ര ഭംഗിയായിട്ട് അവർ പാക്ക് ചെയ്ത് നമുക്ക് അയച്ചു തരുന്നതെന്നറിയോ? അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എത്താം. ആദ്യം ഇത് മേക്ക് ചെയ്യുന്ന രീതിയും ഈ ഡോക്ടർ എങ്ങനെ ഇതിലേക്കൊക്കെ എത്തി എന്നുള്ള ആ ഒരു ജേർണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ അനീറ്റ, പറയൂ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഐ വാസ് റിയലി ഗുഡ് അറ്റ് അക്കാഡമിക്സ്. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ ഒരു പാഷൻ, ഒരു പാരലൽ പാഷൻ പോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ വാസ് ഓൾവേസ് ഇൻ ടു ഓൾ ദി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ. സോ ഐ ഓൾവേസ് ഫൗണ്ട് ടൈം ഔട്ട് ഫോർ ദാറ്റ് എവറി ഡേ. ആൻഡ് ദിസ് ഹാപ്പൻഡ് വെൻ ഐ വാസ് ഇൻ 9th standard. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിന് ക്ലേ ഉപയോഗിച്ച് ഒരു റോസാപ്പൂ ഗിഫ്റ്റ് ചെയ്തു. ഞാൻ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയാൽ കൊടുത്തേ. ബട്ട് ആഫ്റ്റർ ദ ബ്രേക്ക്, the next hour when she came to the class, she showed it in front of the class and she complimented me, and that was the first compliment me receiving out from my family for this art. So, and she told me one thing, Anita, you should not stop this, you should continue doing this,
ബട്ട് ഓവർ ദ ഇയേഴ്സ് ആഫ്റ്റർ ദാറ്റ് പഠിത്തത്തിന്റെ തിരക്കും പ്രൊഫഷൻ ഇതാണല്ലോ. ലൈഫിലെ വിവാഹം, കുട്ടി, ഇതെല്ലാം കാരണം എനിക്ക് എൻ്റെ ആ ഒരു പ്രോമിസ്, ഒരു ടീച്ചറിന് കൊടുത്ത വേർഡ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. So recently, I really wanted to start something of my own. So as you said earlier, in my hectic schedule, I want to find something, I want to find time to do something that gives me happiness and in turn others also should be happy. So എന്ത് കാര്യം ചെയ്താലും, ഇത് ബിസിനസ് ആയാലും അല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്താലും സ്ട്രെസ് ഉണ്ടാവും. ബട്ട് ദാറ്റ് സ്ട്രെസ് ഷുഡ് ബി പ്രോഗ്രസീവ്, നോട്ട് ഡിസ്ട്രെസീവ്. സോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഈ ഒരു ഹെക്ടിക് ഷെഡ്യൂളിനകത്ത് നിന്ന് തന്നെ എനിക്ക് ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യാം, അതുവഴി ബാക്കിയുള്ളവർക്കും ഒരു ഉപയോഗം ഉണ്ടാവും. അങ്ങനെ എന്തെന്ന് ആലോചിച്ചപ്പോഴാണ് ഐ ഗോട്ട് ബാക്ക് ടു മൈ ക്ലേ. ഐ സ്റ്റാർട്ടഡ് സ്കൾപ്പിംഗ് തിങ്സ് അഗെയിൻ and that really started making my day, and when I turned it into a business, it started making others' day special and beautiful. Yes, ഇന്നിപ്പോ എന്റെ ഡേ സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കിയതുപോലെ വിത്ത് ദിസ് പെൻഡന്റ്. I really loved it. നല്ല കളർ കോമ്പിനേഷൻ ടു. ആൻഡ് ഇതിപ്പോ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട്, ബിസിനസ്സിലേക്കല്ല, ഇത് ഈ പാഷൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ എത്ര നാളായിട്ടുണ്ടാവും? Actually very few months, actually. Less than 6 months ആയിട്ടേ ഉള്ളൂ. ബിസിനസ്സിലേക്ക് അതിലേക്ക് ചിന്തിച്ചു, ആ ഒരു ഡെവലപ്മെന്റ് വന്നിട്ടോ? Just 2.5 months. Okay. But the acceptance which I got from the public. So ഒരു quote ഉണ്ട്, when you start a business, the first order you get will be from a stranger. And that really happened for me when I started my Insta page, and that was the same day when I launched my business. The first order I received within 6 hours, and within 24 hours I got 5 orders, and all from strangers. Wow, great. So that really gave me that spirit to go gear up and do this again. തീർച്ചയായിട്ടും ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യും, അല്ലേ? Exactly. ഓക്കെ, എൻ്റെ മുന്നിൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ഇതൊക്കെ എൻ്റെ വീട്ടിൽ, എൻ്റെ സ്പേസിൽ, എൻ്റെ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ ഐറ്റംസ്, ഈ ഗിഫ്റ്റ്സ് ഒക്കെ കാണും. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോഴും നമ്മുടെ കോളേജ് ടൈംസിലൊക്കെ ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ആർച്ചീസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ക്യൂരിയസ് ഒക്കെ അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേക്കൊക്കെ എനിക്ക് ഇതുപോലത്തെ ഡോൾസും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ റൂം ഷോക്കേസിൽ ഇങ്ങനെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാടുണ്ട്. ബേർഡ്സ്, ഗേള്, അമ്മ, മോള്, ഇങ്ങനെ ഫ്രണ്ട്സ്, അങ്ങനെ പലതും ഉണ്ട് എൻ്റെ. ഞാൻ അതൊന്നും എടുക്കട്ടെ? Sure, I just want you to take it. കാരണം ഇപ്പൊ ആർച്ചീവ്സ് പറഞ്ഞതുകൊണ്ട് I just want you to take it and feel the difference. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആക്ച്വലി. That's what. എന്റെ കയ്യിലിരിക്കുന്നതൊക്കെ അത് പ്രോപ്പർ ശരിക്കും നല്ല വെയിറ്റ് ഉള്ള സാധനം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്. അതെ, നമ്മൾ ഉപയോഗിക്കുന്നത് പ്രീമിയം ക്ലേ ആണ്. ആൻഡ് ദിസ് ക്ലേ ഈസ് ആക്ച്വലി മാനുഫാക്ചർഡ് ഇൻ അവർ സൈറ്റ്. ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാലേ നമ്മുടെ കസ്റ്റമറിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ തന്നെയാണ് ഇതിന്റെ ബേസ് ക്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദി പ്രോഡക്ട്സ് ആർ ഡെലിവേർഡ് അറ്റ് ദ ഫോറെവർ ഹോംസ്, in every step our hand is there. സിമ്പിൾ എന്ന സ്റ്റൈലിഷ്. ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ് ഒക്കെ ഇടുമ്പോൾ കുട്ടികൾക്കും യങ്സ്റ്റേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ, എന്നാൽ ഒരു മുണ്ടും നേരിയതിന്റെയും കൂടെ ഇടാം. അങ്ങനെ വിടാം. ട്രഡീഷണലിലും പോവും, അറ്റ് ദ സെയിം ടൈം വെസ്റ്റേണിലും പോവും. ആൻഡ് ഇറ്റ്സ് വെരി ലൈറ്റ് വെയിറ്റ്. യെസ്, വെരി ലൈറ്റ് വെയിറ്റ്. കൂൾ, നൈസ്. ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് എന്റെ ഞാനെല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്റർവ്യൂയിലേക്ക് പോവാം. Sure. That is a charm. Can I just smell it? Yeah, you can smell it. Okay. This one? അതൊരു ട്രിങ്കറ്റ് ഡിഷ് ആണ്. ഇറ്റ് ഇസ് ജസ്റ്റ് അണ്ടർ പ്രോസസ്. ആൻഡ് ഈവൻ ദി ചാം നമ്മുടെ ഫൈനൽ റെസിൻ കോട്ട് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ മൈ ഓഡിയൻസ് നമ്മുടെ ഓരോ സ്റ്റേജിലും ഇത് എങ്ങനെയാണ്, ബിക്കോസ് ദേ ആർ സീയിങ് ഓൺലി ദ ഫൈനൽ ഔട്ട്. സോ ഐ റിയലി വാണ്ടഡ് ടു ഷോ ദം ഹൗ അറ്റ് ഈച്ച് സ്റ്റേജ് ഇറ്റ് ലുക്സ്. സോ ഹൗ മച്ച് ഓഫ് time we are dedicating it out for each day for the clay to get dried, then applying the resin coat. അത് നമ്മുടെ ജിം ജാം ബിസ്ക്കറ്റിന്റെ ഇതെല്ലാം നൈസ് ക്യൂരിയസ് എല്ലാം. അപ്പൊ ബിഫോർ ദാറ്റ് ആ 9th ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തും ബിസിനസ് കൊടുത്ത സമയത്തും എവിടെയും ആരും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. തന്നെ ഇതിങ്ങനെ ക്ലേ എടുത്ത് ഇതിങ്ങനെ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് ഇതെല്ലാം. അതെ. അപ്പൊ വീട്ടിലാരെങ്കിലും അമ്മ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ?
മൈ സിസ്റ്റർ ഡസ് ഹാൻഡിക്രാഫ്റ്റ്സ്. ചേച്ചിക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എൻ്റെ അമ്മ നല്ലൊരു ഡിഫറെൻറ്റ് കുസീൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു നമുക്ക് സ്മാർട്ട് ഷെഫ് എന്ന് വേണമെങ്കിൽ പറയാം. സോ വി ഓൾ ആർ ലൈക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്സ് ബാക്ക് ഇൻ ഹോം. കൂടുതലായിട്ട് ഈ ഒരു എസ്തെറ്റിക് ആർട്സിലേക്ക് നിൽക്കുന്നത് ഞാനാണ്. സോ കുഞ്ഞിലേ തൊട്ടേ ഞാൻ ഈ നമ്മുടെ സ്കൂളിൽ കിട്ടുന്ന മോഡലിംഗ് ക്ലേ ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആൻഡ് 9th എനിക്ക് ഐ സോ റിയൽ റോസ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ്, ഞാൻ ആ റിയൽ റോസ് ഒരു റെഫറൻസ് ആക്കി വെച്ച് ഇന്ന് അത് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ചിരി വരും. ബട്ട് സ്റ്റിൽ അന്ന് ആ 9th ക്ലാസ്സുകാരി ഉണ്ടാക്കിയത് ഐ വിൽ ബി ലൈക്ക് അത് എവിടെയും നോക്കി നമുക്ക് അന്നൊന്നും യൂട്യൂബിൽ നോക്കി ഒരു ട്യൂട്ടോറിയൽ കാണാനുള്ള സ്കോപ്പ് ഇല്ല. സോ ആ ഒരു സ്റ്റേജിൽ ഐ തിങ്ക് ഐ ഡിഡ് മൈ ബെസ്റ്റ്. ഓക്കെ, യാ ഓക്കെ. പക്ഷേ അന്ന് ഇതൊരു പാഷനായിട്ട് നിന്നിരുന്നപ്പോഴും അന്നത്തെ കാലത്ത് ഇതൊന്നും നമുക്കൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതിലൂടെ ബിസിനസ് നമുക്ക് ചെയ്യാം, ഇതൊന്നും നമുക്ക് അന്ന് അറിയില്ല അല്ലേ? അന്നൊരു വളരെ ഏർലി സ്റ്റേജുമാണ്. അപ്പോൾ ഒബ്വിയസ്ലി വീട്ടുകാർ ബൈ പ്രൊഫഷനായിട്ട് അക്കാഡമിക്സിൽ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വിടുകയുള്ളൂ. പക്ഷെ അന്ന് ആ ഡോക്ടർ ആവാൻ പഠിക്കാൻ MBBS പോയപ്പോഴോ ഒക്കെ ഇതിനെ അപ്പൊ ശരിക്കും മിസ് ചെയ്തിരുന്നോ അനിറ്റ? ഐ നെവർ ലെറ്റ് ഇറ്റ് ഔട്ട് ടു മിസ്. കാരണം വീക്കെൻഡ്സിലാണെങ്കിലും എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഓഫ് ഹോളിഡേയ്സിലാണെങ്കിലും ഒക്കെ ഐ യൂസ് ടു സ്കൾപ്റ്റ്. ഓ, അപ്പൊ എപ്പോഴും ആ ഒരു പാഷനായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ബൈ പ്രൊഫഷനിലെല്ലാം സെറ്റിലായി, മോനായി, മോന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇനി കറക്റ്റ് ആയിട്ട് ഇതൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് ടൈം എന്ന് തോന്നി. അതുകൊണ്ട് ഇതിപ്പോ ബിസിനസ് ആയിട്ട് ഇതിന് ടേക്ക് ഓഫ് ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തി അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഇതിനെന്തായാലും നമുക്കൊന്നൊരു നെയിം ചെയ്യണം അല്ലേ? നെയിം ചെയ്തിരിക്കുന്നത് ക്ലേറ്റിഫൈ. ക്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, യാ, ഇത് നമ്മളെ ക്യൂട്ട് ആക്കുമല്ലോ ഒബ്വിയസ്ലി. ക്യൂട്ട് യുവർ സെൽഫ് അല്ലേ? നൈസ് നെയിം. അത് ആരുടെ പേരാ? ഞാൻ തന്നെ ഇട്ട പേരാ. വെരി നൈസ്. ഓക്കെ. അപ്പൊ ഇപ്പോ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? അപ്പൊ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് അതിന്റെ ഹാൻഡിൽ ചെയ്യണത്? ഡെർമറ്റോളജി, കോസ്മെറ്റോളജി, അത് രണ്ടും ഓക്കെ, എന്തെങ്കിലും നമുക്ക് സംവാട്ട് സിമിലർ എന്തെങ്കിലും നമുക്ക് പറയാം. ഓക്കെ. As of now, I am working in a hospital managing both the departments, dermatology and cosmetology. Dermatology, and I take duties in the ER also. അത് ചെയ്യുന്നുണ്ടോ? Yes. ഓ, ഓക്കെ. ഹാൻഡ്ലിംഗ് ബോത്ത്, അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് തന്നെയാണല്ലോ. ഓക്കെ, അതിന്റെ കൂടെ ഇതും ചെയ്യുന്നു. അതെ, പേഷ്യൻസ് ആണെങ്കിലും സ്കിന്നിലെ മാമിനെ കാണാൻ വന്നത് മാം തന്നെ ഇല്ലേ? അതെ, ആ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോഴും ഒരു ഡോക്ടർ, ഈ ഡിപ്പാർട്ട്മെന്റിൽ പോയപ്പോഴും ആൾക്കാർക്ക് അത് വളരെ സ്ട്രേഞ്ച് ആയിട്ടല്ലേ നമ്മളെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടാലന്റ് അത് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആവണം. ഡെർമറ്റോളജിയും കോസ്മെറ്റോളജിയും എന്നൊക്കെ പറയുന്നത് ഇറ്റ് സംതിങ് എഗെയിൻ ആ ഒരു ക്യൂറേറ്റർ സ്റ്റൈലിൽ വരുന്ന ഒരു ഇതാണല്ലോ. ജനറൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനത്തെ ഒരു ഇതല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് ആ ഒരു ആ സിറ്റുവേഷൻ ഫേവറബിൾ അല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കോസ്മെറ്റോളജി എന്നാൽ എനിക്ക് ചെയ്യാം എന്നുള്ളൊരു തോന്നലിലേക്ക് സ്വിച്ച് ചെയ്തത് ഒരു പക്ഷേ ഉള്ളിലത്തെ ആ ഒരു ക്യൂറേറ്റർ ഉണ്ടല്ലോ, അതാവാം അല്ലേ? തീർച്ചയായും. അതെ, ഓക്കെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഡോക്ടർ അനീറ്റ ടോം കട്ടക്കയത്തിന് നൽകുന്നത് ഏതാണ്? All of these things equally done in balance and giving me happiness and my patients and clients happiness. ആ ഒരു ബാലൻസ് ആണ് എന്റെ പ്രോഫിറ്റ്. അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടും തോന്നുന്നില്ലേ? It's challenging, but I love to see the process. I love to enjoy the process rather than look the challenging and risky part of that. Okay. നമ്മൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യവും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആൻഡ് യു ആർ എൻജോയിങ് ഓൾസോ അതല്ലേ ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഫൈനൽ നല്ലൊരു ഔട്ട്കം കൊടുക്കാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ക്ലേറ്റിഫൈയിലേക്ക് വരാം. ബിസിനസ് ഇൻസൈറ്റിന്റെ ഈ 2025 ബെസ്റ്റ് മൾട്ടി ടാലന്റഡ് ആൻഡ് യങ് ഓൺടർപ്രണർ എന്നുള്ളൊരു അവാർഡ് ഇപ്പോൾ അനീറ്റയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് അനീറ്റ ഇതെല്ലാം നേടിയെടുത്തിരിക്കുന്നത്. ഈ അവാർഡ് വരെ കിട്ടുമെന്ന് പോലും ഇത് തുടങ്ങിയ ഈ 3-4 മാസങ്ങൾക്കുള്ളിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് അനീറ്റയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ അത് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊരു കാര്യം അത്രയ്ക്ക് ഓണസ്റ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മളെ തേടി സക്സസ് ഇങ്ങോട്ട് വരും. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ റീസൺ വൈ മേ ബി ഐ വൺ ദിസ് അവാർഡ്. ഒരിക്കലും തന്നെ വിചാരിക്കാതെ അല്ലേ ഈ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ വർഷത്തെ ഒരു അവാർഡ് കിട്ടി. പക്ഷേ എന്താ പറയാ,
ഈ ഒരു അവാർഡ് ഇങ്ങനെ അനൗൺസ് ചെയ്തു, ഇത് കിട്ടിയെന്നൊക്കെ അറിഞ്ഞപ്പോഴേ അനിറ്റയ്ക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ ഇത്രയൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു, അപ്പം ഞാൻ ഐ ഷുഡ് മോർ ഇതിൽ ഇനിയും ഫോക്കസ് ചെയ്യണം. അപ്പോൾ എൻ്റെ മറ്റേ പ്രൊഫഷനെ അത് ബാധിക്കുമോ? കാരണം ഞാൻ കണ്ടെടുത്തോളം അനീറ്റ വൈഫാണ്, അമ്മയാണ്, ഇത്രയും 3 അതും ഈക്വലി ഇമ്പോർട്ടൻറ്റ്, ഡെർമറ്റോളജിയും കോസ്മെറ്റോളജിയും ഫിസിഷ്യൻ, ഇതിൻ്റെ ഇടയിലെല്ലാം ഇനി ഞാൻ ഇതിനെ ഇപ്പോൾ ഒരു അവാർഡും കൂടെ കിട്ടി, അപ്പോൾ ഇതിനെ ഇനി കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ടൈം ഇതിലേക്കും കൊടുക്കണം. എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ മനസ്സിൽ കാണുന്നത്? ആക്ച്വലി നമ്മൾ വിമൻ എല്ലാവരും വി ഹാവ് ദ ആർട്ട് ഓഫ് മൾട്ടി ടാസ്കിങ്. അതെ, അത് ദൈവത്തിന്റെ ഒരു ഇതാണ്, കഴിവ്. I always like to think like this. We only have 24 hours. No, I like to think it this way. We have 24 hours and we can frame it up the way we want. So ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് മോനോട് ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്, എടാ അമ്മ ഉറങ്ങിയിട്ട് 48 മണിക്കൂറായി. സംടൈംസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഡേ ആ ഒരു നൈറ്റ് ഇരുന്ന് ഞാൻ ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഒരു മേ ബി ഒരു 2.5 hours ഓഫ് സ്ലീപ്പ് എനിക്ക് കിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ that gives me the boost for the next day to bring a smile on my patient's face. So I have balanced both, and this is the way I manage my time in my hectic schedule within all these 3 things. അപ്പോൾ ഇത്ര ടൈറ്റ് ഷെഡ്യൂളിൽ പോകുമ്പോൾ ഇടയിൽ എപ്പോൾ പോലും ഒന്ന് ഡൗൺ ആവുക, ഒരു ക്ഷീണം തോന്നുക ഒന്നും വരാറില്ല? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിനെ അത് നമ്മളെ സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകരുത്. നമുക്കൊരു ചെറിയ സ്ട്രെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്, just go for a drive or do something that that makes you feel relaxed. Just watch a movie with your husband. എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ again I'll be recharged for the next day because I'll be missing. അയ്യോ ഞാൻ ക്ലേ തൊട്ടിട്ട് 6 മണിക്കൂറായി എന്ന് എനിക്ക് തോന്നുമ്പോൾ yes I'll ഇതിലേക്ക് എനിക്ക് തോന്നുന്നു അത് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈവൻ ദ ഡേ ഫുൾ ഹോസ്പിറ്റലിലെ ബിസി ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും സാധാരണ ഒരാൾക്ക് റെസ്റ്റ് എടുക്കാം, അല്ലെ പോയി TV കാണാം എന്നൊരാൾ വിചാരിക്കുന്നിടത്ത് അനിറ്റ വിചാരിക്കുന്നത് ഞാൻ പോയിട്ട് ആ ടൈം എൻ്റെ ക്ലേയിലേക്ക് സ്പെൻഡ് ചെയ്യാം, ബിക്കോസ് അത്രയ്ക്ക് ഇതിനെ ഇഷ്ടപ്പെടുന്നു. അവിടെയാണ് അനിറ്റയുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ, ഇതിനെ എങ്ങനെ ഒരു ബിസിനസ്സായിട്ട്, ഇതിപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ ഒരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പലർക്കും അറിയില്ല. കുറേ ആൾക്കാർ ഇതിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് ആയിക്കോട്ടെ, ജ്വല്ലറി ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ വാങ്ങിയിട്ടുണ്ട് വേറെ പലരുടെ ആൾക്കാരുടെ അടുത്തൊന്നും. പക്ഷേ ഇങ്ങനെ പല പല കാര്യങ്ങൾ എങ്ങനെ ഇതിനെയൊക്കെ കൂടെ ഉണ്ടാക്കുന്ന ഒരു രീതിയും ബിസിനസ് അതെല്ലാം ഒന്ന് പറയൂ അനിറ്റ. അന്നത് എനിക്കൊരു ഹോബി മാത്രമായിരുന്നു. ബട്ട് I started making jewelry, I started making charms. So when I see that all the colors mixed together, giving it a shape, and after it gets dried up, like I am feeling happy. And ഇത് ഞാൻ ഇപ്പോൾ ആരെങ്കിലും കാണിക്കുമ്പോൾ even they feel like oh it's so cute, they'll say, and that makes my day. So I thought I should try everything. Okay, ഒരു ലിമിറ്റിൽ നമ്മൾ നിൽക്കണ്ട. നമുക്ക് we have clay, we have our hands, we have time, so just do it എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ജ്വല്ലറിയിലേക്കും പോയത്. And right now in our store we have return gifts, gift hampers, keepsakes for special occasions like bride to be, baby shower. അപ്പം ഒരു ഷോപ്പ് ഒക്കെ ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് വോളിയം യു ഹാവ് ടു കീപ്പ് അല്ലേ? ആണോ? അപ്പൊ ഇതെല്ലാം വേറെ ആരുടെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? അത് അനിറ്റ് തന്നെയാണോ എല്ലാം ഉണ്ടാക്കണേ? എല്ലാം ചെയ്യുന്നത് ഞാനാണ്, ക്യൂറേറ്റ് ചെയ്യുന്ന എല്ലാം ഞാനാണ്. ബട്ട് ഇതിന്റെ പാക്കിങ്ങും അതേപോലെ ഇതിന്റെ ഷിപ്മെന്റും ഒക്കെ എന്റെ ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇതൊക്കെ ക്യൂറേറ്റ് ചെയ്യുന്നതെല്ലാം തന്നെയെന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം ഇതെല്ലാം ടേക്സ് ഒരു കുറച്ച് പ്രൊസീജിയർ എടുക്കുന്ന മിനിമം ഒരു 2-3 ദിവസം ഇതൊക്കെ ഉണങ്ങി വരണം, ഇതിന് സെറ്റിൽ ആവേണ്ട പീരീഡ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ആയി വരാൻ അത്ര സമയം എടുക്കുമ്പം എല്ലാം ഹാൻഡ് മെയ്ഡും ആണ്. അപ്പം ഒരു ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ വെക്കാന്നൊക്കെ പറയുമ്പോൾ അപ്പം എത്ര നാളായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും? ബിഫോർ വി ഗെറ്റ് എവറി ഓർഡർ നമ്മൾ അവരോട് പറയും ഇത് ചെയ്യുമ്പോൾ ഒരു 3 days എടുക്കും. We are freshly making it for you. And most of the orders we get are customized orders. So ഒന്നെങ്കിൽ നമ്മുടെ കസ്റ്റമർ ഒരു പിക്ക് സെൻഡ് ചെയ്യും ഫ്രം പിൻട്രസ്റ്റ് ഓർ എനിത്തിങ്, ഓർ മെനി ടൈംസ് ദ കസ്റ്റമറിന് ഒരു ഐഡിയ ഉണ്ടാവില്ല, ബട്ട് ദേ വിൽ വാണ്ട് സംതിങ് യൂണിക്. സോ വീൽ സ്കെച്ച് ഔട്ട് ആൻഡ് വീൽ ജസ്റ്റ് സെൻഡ് ദം ആൻഡ് വീൽ ടെൽ ദം ദാറ്റ് ഇത് മാനുഫാക്ചർ ചെയ്യാൻ ഒരു 3 days എടുക്കും. ഇറ്റ്സ് ഓൾ ഹാൻഡ് മെയ്ഡ്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് we have to ship it. So it depends upon, and we have worldwide shipping.
So we have customers even from UK and US. So it will take some time. അപ്പോൾ ആ ട്രാൻസിറ്റ് ടൈമും നമ്മൾ അവരോട് പറയും. സോ ഇതെല്ലാം മുൻപ് പറഞ്ഞിട്ട് മാത്രമേ വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് ദി ഓർഡർ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ റെഡി സ്റ്റോക്ക് ആയിട്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാലും ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇത് കൂടാതെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന കുറെ ജുവലറി ആയാലും ഫിഗറൈൻസ് ആയാലും ഈ കീപ്സേക്സ് ആയാലും ഹാമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് വരാറുണ്ട്. സോ ലോഞ്ച് സൈഡിൽ കൂടെ പോകുന്നുണ്ട് along with the customized order. ഇപ്പം ഇങ്ങനെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒബ്വിയസ്ലി ജ്വല്ലറിയിലേക്കും തന്നെ പിന്നെ എല്ലാം ഓൺ ക്രിയേറ്റിവിറ്റി ആണല്ലോ, അങ്ങനെ അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ അത് അത്ര ഈസി ആണോ? അങ്ങനെ യെസ്, കാരണം നമ്മൾ ഫിഗറൈൻസ് ഉണ്ടാക്കാനാണ് ഏറ്റവും പാട്. ഓക്കെ, ബിക്കോസ് സ്കൾപ്റ്റിംഗ് എ ഹ്യൂമൻ ഫേസ് ആൻഡ് സ്കൾപ്റ്റിംഗ് ദ ഡ്രസ് ആൻഡ് ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡി, സോ കൈ നെക്ക് ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ അത് നമുക്ക് പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ then jewelry is actually a B level, so you can do that. Okay, അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഒരു ഡോൾ മാത്രം ചെയ്യണമെങ്കിൽ എടുക്കുന്ന മിനിമം പീരീഡ് എന്ന് പറയുന്നത് എത്ര സമയം? സ്കൾപ്റ്റ് ചെയ്യാൻ ഒരു 3 hours മതി. 3 hours. ഓക്കെ, എന്നിട്ട് ബാക്കി അതിൽ ചെയ്യണല്ലോ, ബ്യൂട്ടിഫൈ ചെയ്യണല്ലോ. അത് ഡ്രൈ ആവാനാണ് 2 days എടുക്കുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അനിറ്റ തന്നെ എയർ ഡ്രൈ ആൻഡ് റെസിൻ ഗിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, എന്താണത്? എയർ ഡ്രൈ ക്ലേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റ് ഫിനിഷ് ആണെങ്കിൽ വിൽ ജസ്റ്റ് ഡു നോർമൽ വാർണിഷ് സ്പ്രേ. ബട്ട് വാട്ട് മേക്സ് അവർ ബ്രാൻഡ് ഡിഫറെൻറ്റ് ഇസ് ദാറ്റ് we just don't want to end it up with the varnish. We want to give it a more cute glazing look. So for that we use resin. Resin എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡനിങ് ഏജന്റ് ആണ്, ആൻഡ് ഇറ്റ് ടേക്ക് സം ടൈം ടു ഡ്രൈ അപ്പ്. അതാണോ അപ്പൊ ഇതാണോ ഇതിലൊരു ഷൈൻ നമുക്ക് കാണുന്നത്? അതെ, ആ ഒരു എവർലാസ്റ്റിംഗ് ഷൈനും ആഡഡ് പ്രൊട്ടക്ഷനും ഇതിന് കിട്ടുന്നത് നമ്മൾ റെസിൻ യൂസ് ചെയ്ത് ഇത് ഗ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ എവറി പ്രോഡക്റ്റ് ഓഫ് അവേഴ്സ് ഇസ് ഗ്ലേസ്ഡ് വിത്ത് റെസിൻ, ആൻഡ് it takes some time for the resin to dry actually, and it's a very fun process where we apply the resin and we cure it under a UV lamp. ഫേക്ക് ആയിട്ടുള്ള UV റേസ് കാണിച്ച് ആണ് നമ്മളിത് ഡ്രൈ ചെയ്തെടുക്കുന്നത്. സോ കുറച്ച് സ്ട്രെയിൻ ഉള്ള ഒരു പ്രോസസ്സാണ്, ബട്ട് ഐ ലവ് ദാറ്റ് സ്ട്രെയിൻ ബിക്കോസ് വെൻ ഐ സീ ദ ഷൈൻ ഓവർ ഇറ്റ്, അതിനൊരു പ്രത്യേക ഒരു ബ്യൂട്ടി തന്നെയാണ്. അപ്പൊ ഇതൊക്കെ താഴെ ഇതൊന്നും ബ്രേക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഈ ഷൈൻ ഇത് എവർലാസ്റ്റിംഗ് ആണോ? അതെ, എവർലാസ്റ്റിംഗ് ആണോ? ഈ റെസിൻ ഇത് ചെയ്യുന്നത് കൊണ്ട് അത് ഡസ്റ്റ് ഫ്രീ ആയിരിക്കും. അതെ, ഷൈനും ചെയ്യും ഓൾവേസ്, അല്ലേ? ഓ, അപ്പൊ മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടെ എക്സ്പെൻസ് സൈഡിൽ കുറച്ചും കൂടെ കൂടുതൽ വരുമായിരിക്കാം ഇത്. ബട്ട് സ്റ്റിൽ it is worth the wait. Yeah, തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ നിൽക്കും എവർലാസ്റ്റിംഗ് ഇതേപോലെ ഷൈനിലോട് തന്നെ ഡസ്റ്റ് ഫ്രീ ആയിട്ട് നിൽക്കാന്ന് പറയുമ്പോൾ ആൻഡ് ഏത് വെതറിലാണെങ്കിലും ഇത് നന്നായിട്ട് നിൽക്കും, അല്ലേ? And even in jewelry also, like the pendant which you are wearing right now, we have cured it with resin so that all the flowers, idoru Padma resin pendant aanu, so it shows a lotus in a pond with a small boat, and all the flowers are preserved in resin so that it gives a shine, a glazed look, but at the same time every article of ours kan idellam miniature pieces aanu, so it is preserved. Okay, ഞാനും ഇത് പോയിട്ട് കറക്റ്റ് ആയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. റിയലി ലവ്ഡ് ഇറ്റ്. ഒന്ന് വന്ന് കാണാൻ തന്നെ ഉണ്ട് എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ മേക്കിംഗ് പ്രൊസീജിയർ കാര്യങ്ങളും. ഇതെങ്ങനെ ഇപ്പം എല്ലാം ഇപ്പൊ ക്ലേ ആയിട്ട് നേരത്തെ പോലെ അല്ലല്ലോ, ക്ലേ എല്ലാം ഇങ്ങനെ ഗമ്മിൽ മിക്സ് ചെയ്ത് ദാറ്റ്സ് ഓൾറെഡി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, അങ്ങനെയാണോ? ക്ലേ ആക്ച്വലി പല ടൈപ്പ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കോൾഡ് പോർസലീൻ ക്ലേ ആണ്. സോ കോൾഡ് പോർസലീൻ ക്ലേ ഒരുപാട് സെല്ലേഴ്സിന്റെ അടുത്ത് നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് ഐ ഓൾവേസ് സജസ്റ്റ് ദാറ്റ് എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു കാര്യത്തിൽ സ്കൾപ്റ്റ് ചെയ്താലാണ് എനിക്ക് ഏറ്റവും നല്ലൊരു ഔട്ട്കം കിട്ടുക. അത് എൻ്റെ കസ്റ്റമറിന് റിസീവ് ആവുമ്പോഴാണ് ശരിക്കും എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുക. സോ ഐ മേക്ക് ദ ബേസ് ക്ലേ ബൈ മൈ സെൽഫ്, ആൻഡ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഈ ഹൽദി ഫംഗ്ഷൻസ് ആയാലും മോം ടു ബി ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ദീസ് ക്ലയൻസ് സെൻഡ് മീ ദ പിക്സ് ആൻഡ് സേ ദാറ്റ് ആ ഒരു ഹോൾ ഡേ അവർ ഇതിട്ടു. ദേ ഓൺലി റിമെമ്പർ അബൌട്ട് ദ ജ്വല്ലറി പീസ് വെൻ അതേഴ്സ് കോംപ്ലിമെന്റ് ദം ബിക്കോസ് ദേ വർ നെവർ ഫീലിംഗ് ദാറ്റ് ദേ വർ വെയറിംഗ് സംതിങ് ഹെവി ആയിട്ട്. ഓക്കെ, അത്ര ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ അതെല്ലാം. ആൻഡ് ഇതൊക്കെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യേണ്ട രീതി ആഫ്റ്റർ യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ടേക്ക് കെയർ ചെയ്യേണ്ടതോ എങ്ങനെയാ? മറ്റ് ക്ലേയിൽ നിന്നും എഗെയിൻ കോൾഡ് പോർസലൈൻ ക്ലേ ഡിഫറെന്റ് ആവുന്ന ഇവിടെയാണ്. നമ്മൾ ടെറാക്കോട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ താഴ്ത്ത വീണാൽ ചിലപ്പോൾ ബ്രേക്ക് ആവും, അല്ലെങ്കിൽ പൊടി പിടിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ആൻഡ് ടെമ്പറേച്ചർ ഡിഫറൻസിലാണെങ്കിൽ ഇപ്പം നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഏത് വെതറിലാണെങ്കിലും ഇത് സ്യൂട്ടബിൾ ആണ്. അതേപോലെ നമുക്ക് ബ്രേക്ക് ഒരു 10 times നമ്മൾ താഴെ ഇട്ടാലും
ഇത് പൊട്ടൂല. പൊട്ടില്ല. യെസ്, യു ക്യാൻ ഡു എ ബ്രേക്ക് ടെസ്റ്റ് and you can see that. So it's unbreakable. And ഒരൊറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് ഇട്ടിട്ട് we cannot go for swimming and all because it is water soluble. It can change the shape. ഓക്കെ, ഇത് പിന്നെ നമുക്ക് ഇതിന്റെ ലൈഫും ഒരുപാടുണ്ടെന്നില്ല, എത്ര നാൾ വേണേലും നമുക്ക് അതെ, യൂസ് ചെയ്യാൻ very പറ്റും. durable. അപ്പൊ ഇത് ഫെയ്ഡ് ആവുമോ, ഇതിന്റെ കളർ ഡിം ആവുമോ, അങ്ങനെ എന്തെങ്കിലും വരുമോ ഓവർ ദ പീരീഡ്? No, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാം പ്രീമിയം പിഗ്മെന്റ്സ് ആണ് and they last for a lifetime. ഓക്കെ. പിന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബോക്സിൽ നമ്മൾ സൂക്ഷിച്ച് അങ്ങനെയാണോ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? അതെ, ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ പാക്കേജ് ബോക്സും നമുക്ക് കൊടുക്കാറുണ്ട്. സോ ദേ ക്യാൻ സ്റ്റോർ ഇൻ ദാറ്റ് ആൻഡ് ദേ ക്യാൻ യൂസ് ഇറ്റ് വെനെവർ ദേ വാണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതിനെ എങ്ങനെയാ ഇനി ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാ കാണുന്നത്, ഇതിൽ എന്തൊക്കെ കൂടി ആഡ് ഓൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആസ് ഓഫ് നൗ നമുക്ക് ഉള്ളത് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ് കൂടുതലും. ബ്രൈറ്റ് ടു ബി ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, മോം ടു ബി ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. ആൻഡ് എസ്പെഷ്യലി ടോക്കിംഗ് അബൌട്ട് ദ മോം ടു ബി ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, മറ്റ് ക്ലേ ബിസിനസ്സിൽ നിന്ന് ഇതിനെ കുറച്ചുകൂടി വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ടാഗ് ലൈനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ക്യൂറേറ്റഡ് ബൈ എ ഡോക്ടർ, ദീസ് ക്യൂട്ടീസ് ആർ മെന്റ് ടു ഹീൽ യുവർ സോൾ. സോ ഈ മോം ടു ബി ഗിഫ്റ്റ് ഹാമ്പറിൽ വി ഹാവ് ഹാഡ് ഇറ്റ് baby record. So you can record everything that happens throughout your pregnancy, post pregnancy, your kid's milestone, everything. So years later when you're showing this to your baby, that adds a lot into the family. അതൊന്ന്. രണ്ട്, സ്ട്രെച്ച് മാർക്ക് ഓയിൽ. സോ ആസ് ഐ സെഡ് ഏർലിയർ, from a dermatologist, that is again another cherry on the cake. So they can, അവർക്ക് വിശ്വാസത്തോടെ യൂസ് ചെയ്യാം ആ ഒരു സ്ട്രെച്ച് മാർക്ക് ഓയിൽ. നമ്മുടെ കസ്റ്റമറിനായാലും പേഷ്യന്റിനായാലും ഏറ്റവും നല്ല സാധനം കൊടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അതെ. പിന്നീട് മൗം ടു ബി ഗിഫ്റ്റ് ഹാമ്പറിൽ വരുന്നത് ഒരു സെന്റഡ് കാൻഡിൽ ആണ്. അഗൈൻ ദീസ് കാൻഡിൽസ് ആർ മെയ്ഡ് ബൈ മീ ആൻഡ് ദേ ആർ 100% pollution free, eco friendly and inhalable during pregnancy. ഓക്കെ. അപ്പൊ എത്ര വെറൈറ്റീസ് ഓഫ് സെൻസ് ഉണ്ട്? As of now we have 10 varieties of scents. I'm trying to add on more. Before start curating itself, while I take the order, I'll ask the client, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഏതാണ്, സിട്രസ് ആണോ ഫ്ലോറൽ ആണോ, so that I can do something accordingly. അത് അറിഞ്ഞിട്ട്. Okay. And along with that there will be ഒരു curated doll of a pregnant mom. അത് ഞാൻ അവരുടെ ബേബി ഷവർ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നതെങ്കിൽ ഞാൻ ആ ബേബി ഷവറിന്റെ പിക്ക് സെൻഡ് ചെയ്യാൻ പറയും. ആൻഡ് വിൽ മേക്ക് ഇറ്റ് ഒരു 99.9% സിമിലർ ടു the person. കാരണം ഇപ്പൊ കസ്റ്റമൈസ്ഡ് കേക്ക്സ് ഒക്കെ വരുന്നത് പോലെ തന്നെ എല്ലാം അല്ലേ? വെരി ക്യൂട്ട് ആൻഡ് സ്വീറ്റ്. ഓക്കെ, ഇതിനൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ? കൂടുതൽ ലാർജ് നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ഇതിനോടുള്ള ഒരു താല്പര്യം, നേരത്തെയൊക്കെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൊണ്ട് വളരെ കുറച്ചേ നമുക്ക് ഇങ്ങനത്തെ ഉള്ളൂ. ഇത്തരത്തിലുള്ള ജ്വല്ലറീസ് ഒക്കെ ഉണ്ടായിരുന്നു തന്നെ ഇല്ല അല്ലേ? ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാനൊക്കെ ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നിലവിൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കൂടി ഉള്ളപ്പോൾ ഒരു ഷോപ്പിനുള്ളിൽ ഇത് ഉണ്ടാക്കി വെക്കുന്നതിനെക്കാട്ടിലും ഒരു വൈഡ് ഓഡിയൻസിലേക്ക്, ഒരു വൈഡ് ജനങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ മീഡിയയിലൂടെ മാത്രമായിട്ടാണോ ഇത് ബിസിനസ് ചെയ്യാനായിട്ടും അനിറ്റ പ്ലാൻ ചെയ്യണത്? ആസ് ഓഫ് നൗ നമുക്ക് ആ ഒരു പ്ലാനേ ഉള്ളൂ. ബട്ട് മേ ബി ഇൻ ദ ലോങ് റൺ വി ക്യാൻ ഓപ്പൺ എ ലൈവ് സ്റ്റോർ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് ഒരു ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യണ്ടേ? യൂഷ്വലി എനിക്ക് DM ആണ് ചെയ്യാറ്. സോ ദേ DM me on Insta. So it's my husband who manages the page actually. Okay. So he'll filter the messages and the one which comes as an order, I will get into the speaking part. I'll ask them what actually they want. Okay. And then finally we book the order. Okay. അനിറ്റയ്ക്ക് പരിചയം പോലും ഇല്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ആണ് അനിറ്റയ്ക്ക് ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസിൻ്റെ ഒക്കെ ഓർഡേഴ്സ് വന്ന് തരുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു പാർട്ടി വന്നൊരു ഓർഡർ തന്നപ്പോൾ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്തെങ്കിലും അങ്ങനെ ഒരു മൊമെൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാവുമോ? തീർച്ചയായും. എനിക്ക് ആദ്യത്തെ മാസ് ഓർഡർ കിട്ടുന്നത് ഒരു മുംബൈ ബേസ്ഡ് NGO എന്നായിരുന്നു. ആ NGO തുടങ്ങിയിട്ട് 10 years ആയിട്ടുള്ള അവർ സെറമണി സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇൻമേറ്റ്സിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിരുന്നു അതിൻ്റെ ഓണർ എന്നോട് ക്യൂറേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ഹി വാണ്ടഡ് ഇറ്റ് ടു ബി യുണീക്ക് ആൻഡ് യു ക്യാൻ ഗോ ടു എനി ലെവൽ, ഇറ്റ്സ് യുവർ ഫ്രീഡം, ഹി ടോൾഡ് മീ. സോ അവിടുത്തെ ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുണ്ട് ആൻഡ് എൽഡർലി സിറ്റിസൺസ്, അച്ഛന്മാരും അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ട്. സോ വി ഹാവ് ടു മേക്ക് 2 category ആൻഡ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി തിങ്സ്. സോ വൈൽ ക്യൂറേറ്റിംഗ് ദം I was feeling a personal connection with the kids. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ I was feeling like I know them.
സോ ഐ വാസ് ഫീലിംഗ് ദറ്റ് ലവ് വൈൽ മേക്കിംഗ് ദം. ആൻഡ് ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത്. സോ വി മെയ്ഡ് എ ബാക്ക് ടു സ്കൂൾ കിറ്റ്. സോ എനിത്തിങ് വി മേക്ക്, വി ട്രൈ to make it cute, same time useful for the person who's buying it. So കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ബാക്ക് ടു സ്കൂൾ കിറ്റ് ആയിരുന്നു ചെയ്തത്. ആൻഡ് ഫോർ ദ എൽഡർലി സിറ്റിസൺസ് സ്പെക്ടക്കിൾ ഹോൾഡർ, വാക്കിംഗ് സ്റ്റിക്ക് ചാം ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. ആൻഡ് ദേ ലവ്ഡ് ഇറ്റ് ആൻഡ് ദേ ഓൾ held it in their hands and sent me a group pic. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ശരിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു നിമിഷം തന്നെയാണത് അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർ എന്തിലാണോ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുമായിട്ട് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതെ, അവരുടെ ലോഗോ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ ഉണ്ടാക്കാനായിട്ട് ഇന്നിപ്പോൾ ഒരുപാട് യങ് ജനറേഷൻ കുട്ടികൾക്കായിക്കോട്ടെ, അതേപോലെ ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ, സ്ത്രീകൾക്കാണ് ഇതിനോടുള്ള കൂടുതലൊരു പേഷ്യൻസ് ലെവലും ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളത് ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ളവർക്കുള്ളൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എന്താണ് അനിറ്റയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായും എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളുടെയും ഉള്ളിൽ ഓൺട്രപ്രണർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹത്തിന്റെ ഇടയിൽ ആരും ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത്. ദർ ഇസ് നോ വൺ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഡ്രീം ഗോൾ. ആൻഡ് ദ ഡേ യു റിയലൈസ് ദാറ്റ് യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് ഡേ ടു സ്റ്റാർട്ട്. യു ക്യാൻ മേക്ക് ടുഡേ പെർഫെക്റ്റ് ആൻഡ് സ്റ്റാർട്ട്. ഓക്കെ. ആൻഡ് ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ക്രിയേറ്റീവായിട്ട് ലൈ ചെയ്യുന്ന എവിടെയാണെന്നുള്ളത് നമ്മളെക്കാൾ മറ്റൊരാൾക്ക് അറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും നല്ല ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇഫ് ഇറ്റ്സ് ഫോർ ദ ക്ലേ റിലേറ്റഡ് ബിസിനസ് ലൈക്ക് ഹൗ വി ആർ ഡൂയിങ്, വി ആർ കണ്ടക്ടിങ് വർക്ക്ഷോപ്സ് ആൻഡ് ക്ലാസ്സസ് ഈവൻ ഓൺലൈൻ ആക്ച്വലി. അത് വളരെ നല്ല കാര്യമാണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് വൺ ഡേ ആണോ അതോ ഫ്യൂ ഡേയ്സ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും നമുക്ക് ഡേ ടൈമിൽ മാത്രമേ വെക്കാൻ പറ്റൂ. കാരണം നമ്മൾ ക്ലയൻസിന്റെയും കംഫർട്ട് നോക്കണം. പല സ്ഥലത്തുനിന്ന് വരുന്നവരായിരിക്കും. സോ മോർണിംഗ് ടു ഈവനിങ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. സോ യൂഷ്വലി വാട്ട് ഐ ഡു ഇസ് ദാറ്റ് I organize only a few people in a session so that I can give individual attention to everyone. Okay. And we'll be already telling what we'll be teaching them in this section so that they can opt for those things on the required days. Okay. ഓക്കെ. അപ്പോൾ അതങ്ങനെ ഒരു സിംഗിൾ ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഈസി ആയിട്ടുള്ള ടിപ്സ് കിട്ടും. എങ്ങനെ ഓരോന്നും ചെയ്യണം എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അവർക്ക് അങ്ങനെ ഉണ്ടാക്കാനും പറ്റും അല്ലേ? അപ്പോൾ ഈ വർക്ക്ഷോപ്പ് കൊടുക്കുമ്പോൾ ഫിഗ്രൻസിലാണെങ്കിലും ജ്വല്ലറിയിലാണെങ്കിലും എല്ലാത്തിലും കൊടുക്കുന്നുണ്ട്. ഈവൻ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, charms, key charms, four charms. എല്ലാം എന്തൊക്കെയാണോ അനിറ്റ ഉണ്ടാക്കുന്നത് അതിന്റെ എല്ലാം തന്നെ ബേസ് ചെയ്തിട്ടായിരിക്കും. ബ്യൂട്ടിഫുൾ. അതിന്റെ എങ്ങനെയാ പീരീഡ് എങ്ങനെയാ ഇത്ര നാൾക്കുള്ളിൽ ഒരു വർക്ക്ഷോപ്പ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ? നോ സ്ട്രാറ്റജി ആസ് സച്ച്. എൻ്റെ ഷെഡ്യൂൾ ഒന്ന് ഓക്കെ ആയിട്ടിരിക്കുമ്പോൾ, അധികം മാസ് ഓർഡേഴ്സ് ഇല്ലാതിരിക്കുമ്പോൾ, സോ ദാറ്റ് എനിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ടൈം അവർക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യാം. ബിക്കോസ് ദേ ആർ പേയിങ് ഫോർ ദ വർക്ക്ഷോപ്പ് ആൻഡ് ദേ ആർ കമ്മിങ് ഫ്രം ഫാർ പ്ലേസസ്. സോ വി ഹാവ് ടു ഗിവ് our 200% to them. So even for people who cannot travel, we give online tutorial classes. Okay. അപ്പോൾ അതെങ്ങനെ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണോ? Individual classes ആയിരിക്കും. Because we have to give one-to-one attention. വെരി നൈസ്. അപ്പോഴാണല്ലോ അവരുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? അതെ. ബ്യൂട്ടിഫുൾ അനിറ്റ. എന്തായാലും ഏറ്റവും ഇപ്പൊ ഈ പ്രാവശ്യത്തെ ബിസിനസ് ഇൻസൈറ്റിന് ഇങ്ങനെ മൾട്ടി ടാലന്റഡ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ തന്നെ നോ വണ്ടർ എന്തുകൊണ്ട് അനിറ്റ അതിലവിടെ വന്നു എന്നുള്ളത്. ഇത്ര അധികം കാര്യങ്ങൾ അതും ഒന്നിലും ഒരു ഇതിലെല്ലാം ഇഷ്ടത്തോടെ വളരെ പാഷനേറ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈം എന്നുള്ളതാണ് ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു യു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ കാണുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടേബിളിലൊന്നും അല്ല, ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാവട്ടെ, ചെയ്യാനായിട്ട് എല്ലാം പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അനിറ്റ, വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. Thank you.